ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പം നമ്മൾ ഈ ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഹീറോയിനും ഹീറോയുമായിട്ട് ഇങ്ങനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു ഹീറോയ്ക്ക് ആ സിറ്റുവേഷൻ ഒന്ന് ഓർമ്മ വന്നത് കേട്ടോ. പെട്ടെന്നേനോ മാറി എന്നിട്ട് പറ്റിപ്പോയതാണെന്നും സോറി ചോദിക്കുന്നുണ്ട്. അന്നേരം അവൾ അതിനിപ്പോൾ എന്താ, നിനക്കെന്നുള്ള ദേഷ്യം മാറിയല്ലോ, എനിക്ക് അത്രയും മതിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്ക് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ കയ്യിൽ കിടന്ന ഒരു ബ്രേസ്ലെറ്റ് നേരെ ഹീറോയിന് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കൊടുത്തിട്ട് എന്ത് വന്നാലും നീ ഇത് കയ്യിൽ നിന്ന് അഴിക്കരുത്, അങ്ങനെ അഴിക്കുവാണെങ്കിൽ ആ സമയത്ത് എനിക്ക് നിന്നോട്ടുള്ള ദേഷ്യം പിന്നെയും കൂടുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനവൾ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയെ കാണാൻ വേണ്ടിയിട്ട് ഹീറോയുടെ അമ്മ വരുന്നുണ്ടായിരുന്നു. അവരിപ്പോൾ നമ്മുടെ ഹീറോയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ വരുന്നതെന്ന് അറിയില്ല. എന്തായാലും വരുന്ന സമയത്ത് ഹീറോയ്ക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അവരകത്തേക്ക് കയറി വന്നിട്ട് നീ എന്തിനാ ഇത്രയും വലിയ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, ഒരു സെർവൻറ്റിനെ എങ്ങാനും വെച്ചിട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്താൽ പോരെയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോലികൾ മാത്രമേ ഈ വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മയോട് ഇരിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു അവർ പെട്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ഹീറോയുടെ കയ്യിൽ കിടന്ന ബ്രേസ്ലെറ്റ് ശ്രദ്ധിച്ചിരുന്നത്. ആ ബ്രേസ്ലെറ്റ് എവിടെ പോയി? അതൊന്നും അവൾ ഊരി കൊടുത്തല്ലേ? ആ ബ്രേസ്ലെറ്റിന്റെ വില എന്താണെന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ നീ അതിങ്ങനെ ഊരി കൊടുക്കാനായിട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണെന്ന് അവൻ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവർ അമ്മയാണെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാം എൻ്റെ ഇഷ്ടം തന്നെയാണ്. പക്ഷെ നമ്മുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് നന്നായിട്ട് അറിയാലോ. ഒരു മാസം കൂടെ കഴിഞ്ഞ് നമ്മുടെ കമ്പനി ജപ്തി ചെയ്യും. അതിന് നിനക്ക് മറികടക്കാനായിട്ട് എന്തെങ്കിലും വഴി കണ്ടിട്ടുള്ളൂ? അതിനൊരു വഴിയില്ല. നീ അവളെ കല്യാണം കഴിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ കല്യാണം കഴിച്ചാൽ അവളുടെ അച്ഛനും അവരുടെ ബാക്കി ഫാമിലിക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മളെ കമ്പനിയെ നമുക്ക് തന്നെ തിരികെ തരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ള ആ പെൺകുട്ടിയിലെ അവളെ കല്യാണം കഴിക്കാനായിട്ടായിരുന്നു ഇവർ വന്ന് ഈ പറഞ്ഞിരുന്നത്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിയാൻസി പെങ്കൊച്ച് നമ്മുടെ ഹീറോയിൻ്റെ പുറകെ നടക്കുന്ന ക്രഷുള്ള പയ്യനില്ലേ, അവനെ വിളിച്ച് വരുത്തിയിട്ട് നിനക്ക് ഈ കമ്പനിയുമായിട്ട് ജോലിക്ക് പോകണമെന്നോ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവനാണെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് കുറച്ച് വിശദമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടെന്നും പക്ഷേ അവിടുത്തെ CEO ആളത്ര പാവമൊന്നുമല്ല, അത് കാരണമാണ് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്നും പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവളാണെങ്കിൽ അതൊന്നും നീ വലിയ കാര്യം വെക്കണ്ട, ആ ഹീറോ എനിക്ക് നന്നായിട്ടറിയാം, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവനാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ആ കമ്പനിയുടെ CEOയും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും അഫെയർ ഉണ്ടോ? ഞാൻ അങ്ങനെ ഒരു കാര്യം ചെറുതായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നോ അങ്ങനെ എന്തോ. ഇത് ചോദിക്കുമ്പോഴത്തേക്കും അതെങ്ങനെ നിനക്കറിയാമെന്ന് അവൾ തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അതൊക്കെ എനിക്കറിയാം, ഞാൻ ഈ ചോദിച്ച സത്യമാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനവൾ പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഹീറോയുടെ ഓഫീസായിരുന്നു കേട്ടോ. ഹീറോയുടെ ഓഫീസിനുള്ളിൽ നേരെ അവൻ്റെ അമ്മ കയറി വരുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ അത് ഹീറോയുടെ അമ്മയാണെന്ന് അറിയാതെ നിങ്ങൾ ആരാ, എന്തിനാ ഇങ്ങനെ അകത്തേക്ക് കയറി വന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് അവർ ഞാൻ അവൻ്റെ അമ്മയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അവൻ നേരം ഹീറോനാണെങ്കിൽ എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് നേരെ അവരകത്തേക്ക് വന്നിട്ട് അവളുടെ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ് അവർ കാണുന്നുണ്ടായിരുന്നു. ഈ ബ്രേസ്ലെറ്റ് അപ്പോൾ നിൻ്റെ കയ്യിലാണല്ലേ ഉള്ളത്, നിനക്ക് ഈ ബ്രേസ്ലെറ്റിൻ്റെ വില എന്താണെന്ന് അറിയാവോ? അവൻ എന്തുമാത്രം വിലപ്പെട്ടതാണ് ഈ ബ്രേസ്ലെറ്റിനെ പറ്റി എന്നുള്ളത് നിനക്ക് അറിയാഞ്ഞിട്ടാണോ ഈ കയ്യിലിട്ടേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഇല്ലയെന്ന് പറയുമ്പോൾ ഇത് അവൻ്റെ അമ്മ അവന് കൊടുത്തതായിരുന്നു. ആക്ച്വലി ഇത് നമ്മുടെ ഹീറോയുടെ യഥാർത്ഥ അമ്മയല്ല, അവൻ്റെ സ്റ്റെപ്പ് മോം ബന്ധമാണ്. അവൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു. ആ സമയത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്ത ബ്രേസ്ലെറ്റ് ആയിരുന്നു അത്. അതെന്തായാലും ഹീറോയിനോട് അവർ പറയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, വേറൊരു വലിയ ബോംബ് കൂടെ ഹീറോയിൻ്റെ തലയിൽ ഇട്ട് കൊടുത്തിട്ടായിരുന്നു അവർ പോകാൻ നിന്നതായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കമ്പനി ജപ്തി ചെയ്യാനായിട്ട് പോവുകയാണെന്നും അതിൽ നിന്ന് ഒന്ന് മറികടക്കാനായിട്ട് അവനിപ്പോൾ ഒരു കല്യാണം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അവളെ കല്യാണം കഴിച്ചാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് റിക്കവറായിട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ അതിനിപ്പോൾ ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് നീയായിട്ട് അവൻ്റെ ജീവൻ തുലയ്ക്കരുത്. അവൻ്റെ ജീവൻ തുലയുന്നതോടൊപ്പം ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ബാക്കി എത്രയോ പേരുടെ കുടുംബങ്ങളാണ് അനാഥമാകുന്നത്. അതിനൊന്നിനും നീ കാരണമാകരുത്. അതുകൊണ്ട് എനിക്കൊന്നു മാത്രമേ പറയാനായിട്ടുള്ളൂ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അങ്ങനെയുള്ള റിലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ വെച്ച് നിർത്തിയിട്ട് നീ നിൻ്റെ വഴി നോക്കി പോകണം. അവന് നല്ലൊരു ഭാവി ഉണ്ടാകാൻ നീ വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുന്ന ഹീറോയിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഈ ഒരു ബോംബ് ഇട്ട് കൊടുത്തിട്ട് അവരെന്തായാലും നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോ ആകെ പെട്ട അവസ്ഥയായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും അവൻ ഈ ജപ്തിയിൽ നിന്ന് മാറാനായിട്ട് ഒട്ടും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അതൊന്ന് സോൾവ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിലും ഒരു വഴിയും അതിന് വേണ്ടിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കമ്പനി സ്റ്റാഫുകളും മറ്റെല്ലാവരും വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുവാണ്. അവർ മീറ്റിങ്ങൊക്കെ കൂടി ചർച്ചകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നല്ലൊരു തീരുമാനം അവർക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ അവൻ അവൻ്റെ ക്യാബിനിലേക്ക് വരുന്ന സമയത്ത് ഹീറോയിൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ വന്ന പാടെ ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നത്. നമ്മുടെ ഈ കോൺട്രാക്ട് മാരേജിൻ്റെ ദിവസം നമുക്ക് അവസാനിപ്പിക്കാമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അതിന് നമ്മൾ മാരേജ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ,
പെട്ടെന്ന് വെച്ച് നീ എന്തിനാ ഇങ്ങനെ പറയാൻ ചോദിക്കുമ്പോൾ എന്തോ എനിക്ക് ഇനി നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല. എന്തായാലും എൻ്റെ വീട്ടിൽ തൽക്കാലം അമ്മയൊന്ന് പിടിച്ച് നിർത്തിക്കാനായിട്ട് ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നിന്നോളാം. ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് നിൻ്റെ ലൈഫിനെയും എൻ്റെ ലൈഫിനെയും ബാധിക്കും. അത് കാരണം നമുക്ക് ഇവിടെ വെച്ചെല്ലാം സ്റ്റോപ്പ് ചെയ്യാം. ഞാനെല്ലാം വിട്ടിട്ട് തിരികെ പോവാന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയ്ക്കാകെ ദേഷ്യം വന്നിട്ട്, കൊള്ളാലോ ഇത്, പെട്ടെന്നൊരു ദിവസം നീ കയറി വന്നിട്ട് കല്യാണം കഴിക്കാനായിട്ട് പറയുന്നു, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നീയായിട്ടെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് പോകാനും നിൽക്കുന്നു, നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിന് അവൾ പ്രത്യേകിച്ച് തിരിച്ചൊന്നും മറുപടി കൊടുക്കാതെ, ഞാൻ എന്തായാലും ഡിവോഴ്സ് പേപ്പർ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നീ അതിൽ നിന്ന് സൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് പേപ്പറും അതിൻ്റെ ഒപ്പം ഈ ബ്രേസ്ലെറ്റും വെക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണ് അതെന്ന് പറഞ്ഞിട്ടും അവളിങ്ങനെ നിസ്സാരമായിട്ട് ഇങ്ങനെ അഴിച്ചു വെക്കുന്നൊന്നും ഒട്ടും അവൻ വിചാരിച്ചിരുന്നില്ല. അതുകൂടെ കാണുമ്പോൾ അവന് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഹീറോയിൻ അവൻ്റെ വീട്ടിൽ നിന്ന് തിരികെ അവളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ച് അവളുടെ ബാഗെല്ലാം എടുത്ത് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇവൻ മേളിൽ നിന്നിട്ട് എന്നൊന്ന് തിരിഞ്ഞു നോക്ക്, ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവനൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൾ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ അമ്മയാണെങ്കിൽ എന്താ മരുമോൻ വന്നില്ലെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഒരു മറുപടിയും കൊടുക്കാതെ നേരെ അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ തമ്മിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്തായാലും അതിനിടയിലേക്ക് പോയി കൂടുതൽ വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവളോട് പ്രത്യേകിച്ചൊന്നും ചോദിക്കാതെ അവരവരുടെ ജോലികൾ തുടരുന്നുണ്ടായിരുന്നു. ഇവിടെ ഹീറോയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ പെങ്കൊച്ചാണെങ്കിൽ അവളുടെ അച്ഛനോട് എങ്ങനെയെങ്കിലും ഹീറോയെ കല്യാണം കഴിക്കണം എന്നൊരാഗ്രഹത്തോട് മാത്രം കല്യാണം എല്ലാം ഒന്ന് സ്പീഡപ്പ് ആക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അയാൾ, നിനക്കിപ്പോൾ അവൻ്റെ അവസ്ഥ അറിയാലോ, അവൻ്റെ കമ്പനി ജപ്തി ചെയ്യാനായിട്ട് പോവുക, അത് മാത്രമേ അവർക്ക് സ്വന്തമെന്ന് പറയാനായിട്ടുള്ളൂ, അതുകൂടെ പോയി കഴിഞ്ഞാൽ അവൻ പിന്നെ ഒന്നുമില്ലാത്തവനാ, നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഇതിനെക്കാട്ടിലും നല്ലൊരു പ്രപ്പോസൽ കിട്ടത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുവാണെങ്കിൽ അവനെ മാത്രമേ കഴിക്കത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് ഒറ്റക്കാലിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ സ്റ്റെപ്പ് മദറിനെ കാണാനായിട്ട് നേരെ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ആ ബ്രേസ്ലെറ്റ് കിടക്കുന്നവർ കാണുന്നുണ്ടായിരുന്നു. ഓ, അപ്പം അവളെ തിരിച്ച് തന്നല്ലേ, അവൾ തിരികെ പോയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവൾ കണ്ടായിരുന്നോ എന്ന് അവൻ തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ കണ്ടു, പിന്നല്ലാതെ നിന്റെ ഭാവി അവളായിട്ട് നശിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഞാൻ അവൾക്കൊരു 20 ലക്ഷം രൂപയും കൊടുത്തു, അതും വാങ്ങിച്ചുകൊണ്ടായിരിക്കും അവൾ പോയത്, എന്തായാലും പോയത് നന്നായെന്ന് പറയുന്നുണ്ടായിരുന്നു. അവന് ദേഷ്യം വന്നിട്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത്, എന്തിനാ എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇടപെടുന്നതെന്ന് ചോദിച്ചിട്ട് അവരെ തിരിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവർക്ക് ദേഷ്യം വന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് അവരൊരു അടി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നിന്റെ അവസ്ഥ എന്താ നിനക്ക് നന്നായിട്ട് അറിയാലോ, കമ്പനി ഇപ്പം നഷ്ടത്തിലായി, ഇനി എങ്ങനെ ഇതിൽ നിന്ന് നീ കരകയറാനായിട്ട് ശ്രമിക്കുന്നത്, എന്നിട്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നതോ ഒരു ഗതിയും ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്ന്, അത് വെച്ചിട്ട് ഞാനിപ്പോൾ നോക്കിയിരുന്ന പ്രപ്പോസലിനെ നോക്കിയേ, നീ അവളെ കല്യാണം കഴിക്കുവാണെങ്കിൽ ഈ നഷ്ടത്തിലായിരിക്കുന്ന കമ്പനി നമുക്ക് തിരിച്ചു കിട്ടും, നമുക്ക് അതുപോലെയെന്ന് പറഞ്ഞിട്ട് അവനെ തിരിച്ച് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആകെ വിഷമത്തിലിരിക്കുന്നത് കാരണം അവളുടെ അമ്മയും അവളുടെ ഫ്രണ്ടും കൂടെ വന്നിട്ട് ഇവളോട് കാര്യം തിരക്കുന്നുണ്ടായിരുന്നു. ആ സമയം ഹീറോയിൻ അമ്മയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ ഒരു കോൺട്രാക്ട് മാരേജാണ് ചെയ്തതെന്നും ഇപ്പോൾ എന്തോ ഞങ്ങളുടെ ഇടയിൽ കുറച്ച് സ്വരച്ചേർച്ചകളൊക്കെ വന്നത് കാരണം ഇത് നിർത്താമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിരിഞ്ഞതാണെന്നും പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവളുടെ ഫ്രണ്ടാണെങ്കിൽ പിന്നെ നീ അവനെ നിനക്ക് ശരിക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞതോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയിൻ പെട്ടെന്ന് കണ്ണ് കാണിച്ച് മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു. ശേഷം നമ്മുടെ ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ അവളുടെ ഫ്രണ്ടിനോടൊന്ന് പുറത്തേക്ക് നിൽക്കാനും എനിക്കുള്ളോട് തരിച്ചൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ടായിരുന്നു. ആ സമയം ഇവരാണെങ്കിൽ മോളെ, ഈ വന്നതെല്ലാം എൻ്റെ തെറ്റാണ്, നിൻ്റെ മനസ്സ് മനസ്സിലാക്കാതെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചത് ഞാനാണ്, എൻ്റെ അവസ്ഥ ഒരിക്കലും നിനക്ക് വരാൻ പാടില്ല, അത് കാരണം ഇനി നീ നിൻ്റെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ജീവിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് എന്താവശ്യം വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ ഹീറോ ആ ഫിയാൻസി പെങ്കൊച്ചിനെ കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് നീ എൻ്റെ കമ്പനി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഷെയർ ഇട്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞെന്നും അത് തിരിച്ച് എടുക്കാനാണെന്ന് പറയാനാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ അതിനായി ഇപ്പോൾ തിരിച്ചെടുക്കുന്നത്, അത് കാരണം ആ കമ്പനി നിനക്കിപ്പോൾ കിട്ടാൻ പോകലെന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ എന്തായാലും നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല, അത് കാരണം എനിക്ക് ആ ഷെയറിൻ്റെ ആവശ്യമില്ല, നീ തിരിച്ചെടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവളാണെങ്കിൽ ആ ശരി, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഷെയർ ഞാൻ തിരിച്ചെടുക്കാം, പക്ഷേ ഇതിൽ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത വേറൊരു കമ്പനി കൂടെയുണ്ട്, അവരുടെ ഷെയർ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ആരുടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയിനോടുള്ള ക്രഷുള്ള പയ്യനില്ലേ, ആ പയ്യൻ്റെ ഏതോ ആ പയ്യൻ റിച്ചാണെന്ന് തോന്നുന്നു, അവൻ്റെ ഏതോ കമ്പനിയിൽ നിന്നായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്, അവർക്കുള്ള പണം നീ എങ്ങനെ കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇവളാണെങ്കിൽ ഇപ്പോൾ ഒന്നും തിരിച്ച് പറയാനായിട്ടില്ലല്ലോ, അത് കാരണം ഞാൻ എന്താണോ ചെയ്തത് അതാണ് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയാതെ അവൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്നുമുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പഴയ ലൈഫിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾ ഒരുപാട് കമ്പനി കയറി ഇറങ്ങി ഓരോ ജോലിക്ക് വേണ്ടിയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും തന്നെ ശരിയാകുന്നുണ്ടായിരുന്നില്ല. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവൾക്ക് മോശം അനുഭവങ്ങളായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാലും അവൾ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അവൾ പോയി അവളുടെ കാലിലൊക്കെ മുറിവുകളും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പഴയതുപോലെ അവൾക്ക്
വേറെ ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കാതുള്ള ലൈഫ് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ പുറത്ത് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് വെച്ച് ടി വിയിൽ ഒരു ന്യൂസ് വന്നിരുന്നത്. അതായത് നമ്മുടെ ഹീറോയും ആ ഫിയാൻസി പെങ്കൊച്ചുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു വന്നും ഉടനെ തന്നെ ആ കല്യാണം കാണുമെന്നുള്ളതായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ അവളുടെ ഫ്രണ്ട് പെട്ടെന്ന് ഹീറോയിനെ വിളിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അവൾ പുറത്ത് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം അവൾ വേറൊരു കമ്പനിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ സാലറി വളരെയധികം കുറവാണ്. എന്നാലും വേറെ വഴിയില്ലാതെ അവൾ അവിടെ ജോലിക്ക് വരാനും ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിന് പോയിട്ട് തിരികെ ഇറങ്ങുന്ന സമയത്ത് അവളുടെ കാല് സ്ലിപ്പായിട്ട് അവൾ അവിടെ വീഴുന്നുണ്ടായിരുന്നു. ആ സമയം അവിടേക്ക് ഓടി വന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നത് അവളോട് ആ ക്രഷ് ഉണ്ടായിരുന്ന പയ്യനായിരുന്നു കേട്ടോ. എന്നിട്ട് നീ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോഴായിരുന്നു കാര്യങ്ങളൊക്കെ അവൾ അവനോട് പറഞ്ഞിരുന്നത്. അവർ നേരെ ഒരു കോഫി ഷോപ്പിലേക്ക് പോയിരുന്നായിരുന്നു സംസാരിച്ചിരുന്നത്. എന്നിട്ട് അവനോട് ഞങ്ങൾ ഇതേപോലെ കോൺട്രാക്ട് മാരേജാണ് ചെയ്തിരുന്നതും ഇപ്പോൾ ചില സാഹചര്യങ്ങൾ കാരണം ഞങ്ങൾ പിരിയാനുള്ളൊരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഇനി അതുകൊണ്ട് വേറൊരു കമ്പനിയിൽ ജോലി നോക്കിയേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ ജോലി അന്വേഷിച്ചിറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവനാണെങ്കിൽ കൂടുതൽ അവളോട് സിമ്പതി കാണിക്കാനുള്ള സമയമാണല്ലോ, സിമ്പതിയും കെയറിങ്ങും എല്ലാം. അങ്ങനെ അവളോട് ഞാൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ കാലിങ്ങനെ അടി കൊണ്ടതുകൊണ്ട് നല്ല വേദനയുണ്ടായിരുന്നു. അവൻ അവളിങ്ങനെ തൂക്കി എടുത്തുകൊണ്ടായിരുന്നു വീട്ടിലേക്ക് കൊണ്ടാക്കിയിരുന്നത്. എന്തായാലും അവൾ അതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് ആ ഫിയാൻസി പെങ്കൊച്ച് വന്നിട്ട് ഹീറോയെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ നീ ഇതിന് ഇവിടേക്ക് വന്നെന്നും തിരികെ വീട്ടിലേക്ക് പോകാനായിട്ടൊക്കെ പറഞ്ഞ് അവളെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പെങ്കൊച്ചാണ്, മാത്രമല്ല എപ്പോഴായിരുന്നാലും ഈ വീട്ടിൽ ഞാൻ തന്നെയാണ് വരാനുള്ളത്. അതിനിപ്പോൾ നേരത്തെ വന്നെന്ന് പറഞ്ഞ് എന്താ പ്രശ്നം? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതൊന്നും ഇപ്പോൾ കാര്യമാക്കുന്നില്ല. അത് കാരണം നീ എന്നെ എങ്ങനെയൊക്കെ ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കിയാലും ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിനോട് ക്രഷുള്ള ആ പയ്യനില്ലേ, അവൻ നമ്മുടെ ഹീറോയിന് മെസ്സേജ് ചെയ്തിട്ട് എനിക്കിതിന് അർജൻറ്റായിട്ടൊന്ന് കാണണം, ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്ന് നൈറ്റ് അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ വലിയൊരു ബിസിനസ്മാൻ ആണെന്നും അവന് വലിയൊരു കമ്പനി ഉണ്ടെന്നുള്ള കാര്യം ഇവളോട് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവളാണെങ്കിൽ ഇത്രയും വർഷം നമ്മൾ ഒരുമിച്ച് നടന്നിട്ട് നീ എന്താ ഈ കാര്യം പറയാതിരുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അതൊന്നുമില്ല, എനിക്കങ്ങനെ ഞാനൊരു റിച്ച് മാൻ ആണെന്നുള്ള കാര്യം പറഞ്ഞു നടക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. തമാശയ്ക്കായിരുന്നു അതും പറഞ്ഞിരുന്നത്. എന്തായാലും അവൾ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞ രീതിയിൽ അവളെ ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഹീറോ ഇപ്പോൾ ഹീറോയിനെ ഓർത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവൾ എവിടെയാണെന്നോ, അതായത് അവളിപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വിവരം തന്നെ അവനില്ലല്ലോ. അങ്ങനെ അവളെ ഓർത്ത് അവളുടെ ഫോട്ടോയും നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കാര്യങ്ങളെല്ലാം അവളെ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ അവൻ തീരുമാനം എടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു അവൻ്റെ അടുത്തേക്ക് അവൻ്റെ ആ ഫിയാൻസി പെങ്കൊച്ച് വന്നിരുന്നത് കേട്ടോ. വന്നിട്ട് നീ ഇപ്പോഴും ഇവളെ ഓർത്തിരിക്കുകയാണോ? നിനക്ക് വേറെ ഒരു പണിയില്ലേ? നിൻ്റെ കയ്യിലുള്ള കാശ് മേടിച്ചിട്ട് നിന്നെ പറ്റിച്ച് പോയോളാ ഇവള്. അതുകൊണ്ട് നീ ഇവളെ ഓർത്തിരുന്ന സമയം കളയാതെ മര്യാദയ്ക്ക് നമുക്ക് നാളെ നടക്കാൻ പോകുന്ന ആ പ്രസ് കോൺഫറൻസിനെ പറ്റിയിട്ട് മാത്രം ആലോചിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം നാളെ ആയിരുന്നു എല്ലാവരുടെ മുമ്പിൽ അനൗൺസ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടായിരുന്നു ഇവനോട് പറഞ്ഞിരുന്നത്. പക്ഷേ അവൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാണ്ട് നീ എന്തിനാ ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത്? നമ്മൾ ഒരിക്കലും കല്യാണം കഴിക്കാനായിട്ട് പോകുന്നില്ല, അതാദ്യം നീ ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് നിന്നെ ഒരിക്കലും കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല എന്നും അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അവൾ പെട്ടെന്ന് നീ ഇവളെ ഉദ്ദേശിച്ചിട്ടല്ലേ ഇതൊക്കെ എന്നോട് പറയുന്നത്? എന്നാൽ നീ ഒരു കാര്യം കൂടെ കേട്ടോ, നിനക്കവളെ മീറ്റ് ചെയ്യണമെന്നും ഇനി നിങ്ങളുടെ റിലേഷൻ തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാനും ഇവരുടെ കല്യാണം മാത്രം ആലോചിച്ചാൽ മതി. കാരണം നീ അങ്ങനെ ചിന്തിക്കും തോറും അവളുടെ ആയുസ് കുറയുവാണ്, വേറൊന്നുമല്ല. അവൾ ജീവിച്ചിരുന്നാലല്ലേ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് നീ ഇതെന്താ ഈ പറയുന്നത്? നീ അവൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഇതുവരെ അവളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. കാരണം അവളുണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ ഒരിക്കലും ഒന്നിക്കാനായിട്ട് കഴിയത്തില്ല. അവളൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവളെ ഇല്ലാതാക്കാൻ തന്നെ അതിൻ്റെ തീരുമാനം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഹീറോയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അതായത് ഹീറോയിനോട് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞതും അവളിപ്പോൾ ഇങ്ങനെ പിണങ്ങി നിൽക്കാനും കാരണം ഇവളും കൂടെയാണെന്നുള്ള കാര്യത്തിൽ. അന്നേരം ഹീറോ അപ്പോൾ നിങ്ങളാരും ചേർന്ന് എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ? നീയും അതിനൊരു കാരണമാണല്ലേ അവൾ എന്നെ വിട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ എനിക്ക് നിന്നെ ഏത് വഴിയിൽ കൂടെയെങ്കിലും സ്വന്തമാക്കണം, അതിന് ഞാൻ എന്തും ചെയ്യും. അതുകൊണ്ട് നീ ഇപ്പം അവളുടെ കാര്യമെല്ലാം മറന്നിട്ട് നാളെ നടക്കാൻ പോകുന്ന പ്രസ് കോൺഫറൻസിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവളെ നീ ഒന്നും ചെയ്യരുത്, അവൾ നിൻ്റെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ എനിക്ക് അവളൊന്ന് കണ്ടാൽ മതി എന്നും കൂടെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവന് ഭയങ്കരമായിട്ട് വിഷമം വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇനി ഇതിനപ്പുറം സഹിച്ച് നിൽക്കാനായിട്ട് പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഹീറോയെ കണ്ടിട്ട് അവളുടെ ഇഷ്ടം അവനോട് തുറന്നു പറയണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ഫേസ് ചെയ്യാമെന്ന് പറഞ്ഞ് നേരെ അവനെ കാണാനായിട്ട് പോകുന്ന വഴിക്ക് അവൾ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു.
അങ്ങനെ എന്തായാലും പിറ്റേ ദിവസം ആ പ്രസ് കോൺഫറൻസ് ആയിരുന്നു കാണിച്ചിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോയിനോട് ക്രഷുള്ള ആ ഒരു പയ്യന് ഒരു കോൾ വരുന്നുണ്ടായിരുന്നു. അവന് ഹീറോ ആണെന്ന് തോന്നുന്നു വിളിച്ചിരുന്നത്. എന്തായാലും കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു, നീ ഈ സമയത്ത് എന്തിനാ എന്നെ വിളിക്കുന്നത്? നിനക്കവിടെ പ്രസ് കോൺഫറൻസ് തുടങ്ങാനുള്ള സമയമായില്ലേ, അവിടെ പോയി നിൻ്റെ കല്യാണക്കാരെ അറിയിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഹീറോ അവനോട് കുറച്ച് കാര്യങ്ങൾ പറയുമെന്ന് തോന്നുന്നു. എന്തായാലും അത് നമുക്കിതിൽ കാണിക്കുന്നില്ല. അങ്ങനെ ആ കോൾ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഈ ന്യൂസൊക്കെ ടി വിയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് വാർത്തയായിട്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയും ഫ്രണ്ടും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മകൾ ഇതെവിടെ പോയി, അവളെ കാണാനില്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവളുടെ ആ കൂട്ടുകാരിയോട്, നീ ഇവിടെ നിന്ന് ആപ്പിളും കഴിച്ചുകൊണ്ടിരിക്കാതെ എൻ്റെ മോൾ എവിടെ പോയി എന്ന് അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സീനിൽ കട്ട് ചെയ്ത് കാണിക്കുന്ന ഇവിടെ പ്രസ് കോൺഫറൻസിനെല്ലാം റെഡിയായി ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോ മാത്രം വന്നിരുന്നില്ല. അങ്ങനെ ഈ ഫിയാൻസി പെങ്കൊച്ചാണെങ്കിൽ ഹീറോ റെഡി ആകുന്ന റൂമിലേക്ക് പോയിട്ട്, നീ എന്താ ഇതുവരെ റെഡിയായില്ലേ എവിടെയും ചോദിക്കുമ്പോൾ, ഞാനിതാ വരുന്നു, നീ നടന്നോ, ഞാൻ റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തോ അവൻ പറയുന്നതും കേട്ടിട്ട് നേരെ പ്രസ് കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ഹീറോ റെഡിയായിട്ട് വരാതിരിക്കുന്നത് കാരണം ഈ പെങ്കൊച്ചാണെങ്കിൽ അവൻ ഒന്നുകൂടെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയിട്ട്, നീ ഇതുവരെ റെഡിയായില്ലേ എവിടെയും ചോദിക്കുമ്പോൾ അകത്ത് നിന്ന് ഒരു ആൻസർ വന്നിരുന്നില്ല. അവൾക്ക് എന്തോ ഡൗട്ട് തോന്നിയിട്ട് അകത്തേക്ക് കയറി പോകുമ്പോൾ അവിടെ നമ്മുടെ ഹീറോയിനോട് ക്രഷുള്ള ആ പയ്യനായിരുന്നു നിന്നിരുന്നത്. നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ഓയ്യോ ഞാൻ അവനോട് പറഞ്ഞത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ളൊരു വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്ത് തന്നിട്ട് പോകാനായിട്ട്, പക്ഷെ അവൻ ഇത് മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആയി പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. നീ എന്തിനാ ഇതിനകത്ത് ഇടപെടുന്നതെന്ന് അവൾ ചോദിക്കുന്ന സമയത്ത്, ഇന്നലെ വരെ എനിക്ക് ഇതിനകത്ത് ഇടപെടാനായിട്ട് ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ അത്രയും നല്ലൊരു ഫ്രണ്ടായിരുന്ന അവളെ നീ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതിന് ശേഷം എനിക്കിതിൽ ഇടപെടാതിരിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾക്കിത് കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ അവളോട്, ഇന്നെന്തായാലും ഇതിൽ നിന്ന് ഞാൻ എന്നോട് പ്രതികാരം ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല, പക്ഷേ ഇതിനുള്ളത് നീ നാളെ ആയിരുന്നാൽ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ പ്രസ് കോൺഫറൻസ് തുടങ്ങാനൊക്കെ എല്ലാം റെഡിയായി ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ വന്നിട്ട്, ഇത് തുടങ്ങാൻ കുറച്ചുകൂടെ ടൈം എടുക്കും, നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാനും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ഹീറോ നേരെ എസ്കേപ്പ് ആയിട്ട് പോയിരുന്നത് ഹീറോയിൻ്റെ അടുത്തേക്ക് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ പോയി രക്ഷിച്ചിട്ട് അവളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ടായിരുന്നു. അവളും അവനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ ഫിയാൻസി പെങ്കൊച്ച് വന്നിട്ട്, അയ്യോ നിങ്ങൾ കാത്തിരുന്ന് ഒരുപാട് മുഷിഞ്ഞെന്നറിയാം, ഞങ്ങൾ ഉടനെ ആരംഭിക്കുന്നതായിരിക്കും, കുറച്ച് സമയം കൂടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് എല്ലാവരോടും പറയുന്ന സമയത്ത് അവളുടെ അച്ഛനാണെങ്കിൽ, ഒന്ന് നിർത്തിപ്പോടി, എവിടെ നിൻ്റെ ചെക്കൻ എവിടെ, അവനെ കൊണ്ടുപോകാമെന്ന് പറയുന്ന സമയത്ത്, അയ്യോ അവന് പെട്ടെന്ന് വെച്ചൊരു അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് വന്നു, അങ്ങനെ പോയേക്കുവാണ്, പെട്ടെന്ന് വരും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ അവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ഒരുപാട് തവണ നമ്മുടെ ഹീറോയിനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എപ്പോഴും നമ്മുടെ ഹീറോയിൻ കോൾ അറ്റൻഡ് ചെയ്തിരുന്ന സമയത്ത് അവളുടെ അമ്മയാണെങ്കിൽ, മോളെ നീ ഇത് എവിടെയാണ്, നിന്നെ ഞാൻ കാണാതെ എന്തുമാത്രം വിഷമിച്ചു എന്നറിയാമോ, നീ എന്തിനാണ് എന്നെ ടെൻഷൻ അടിപ്പിക്കുന്നത്, നീ എവിടെയാണെന്ന് പറയുമ്പോൾ അമ്മ വിഷമിക്കേണ്ട, ഞാൻ നല്ലൊരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്താണുള്ളതെന്നും നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോയും ഹീറോയിനും ജീവിത അവസാനം വരെ ഒരുമിച്ച് ജീവിക്കാനുള്ള കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും വെഡ്ഡിങ് ഡ്രസ്സൊക്കെ എടുത്ത് അതൊക്കെ ഇട്ടിട്ട് രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് കിസ് ചെയ്ത് നിൽക്കുന്നതോടുകൂടെ ഈ ഡ്രാമ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല. ഈ ഡ്രാമയ്ക്ക് എന്തായാലും വളരെ വ്യൂസ് കുറവായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ കുറേ നാളുകളായിട്ട് മിനി ഡ്രാമ മാത്രമായിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും നാളെ മുതൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രാമയായിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാണ്ടിരുന്നത്. എന്തായാലും അടുത്ത ഡ്രാമ മുതൽ ഞാൻ കണ്ടിന്യൂസ് ഓരോ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു അടിപൊളി ഡ്രാമയായിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നാളെ പുതിയൊരു ഡ്രാമയായിട്ട് കാണുന്നവരേക്കും ടാറ്റാ.